ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കോട്ടൺ ഫ്രോക്കാണ് ഞാൻ കാണിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ളൊരു നൈറ്റി ഫാബ്രിക്കാണ്. അപ്പോൾ അത് ഫുള്ള് നിങ്ങൾ എടുക്കണ്ട, 1.5 മീറ്റർ തുണി അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആദ്യം ഈ തുണീനെ നമുക്ക് രണ്ടാക്കി മടക്കാം. അപ്പോൾ ഫ്രോക്കിൻ്റെ സ്കേർട്ട് ഭാഗമാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് അറിയണം. അപ്പം അതിൽ നിന്ന് യോക്ക് ലെങ്ത്ത് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്കേർട്ടിൻ്റെ ഇറക്കം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഫ്രോക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 29 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് 11 ഇഞ്ച് യോക്കിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 18 ഇഞ്ച് കിട്ടും. ഇനി തയ്യൽ തുമ്പും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 18 പ്ലസ് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അതായത് ഒരു അര ഇഞ്ച് മുകളിൽ യോക്കായിട്ട് അറ്റാച്ച് ചെയ്യാനും ബാക്കി ഒരു 1.5 ഇഞ്ച് താഴെ നമുക്ക് മടക്കി തയ്ക്കാനും വേണമല്ലോ. അപ്പോൾ അങ്ങനെ 20 ഇഞ്ചിൽ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. ഒരറ്റം വരെ ഞാൻ 20 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ മാർക്ക് ചെയ്തത് കട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് അളവിലുള്ള ഫ്രോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ചെസ്റ്റ് റൗണ്ട്, വേസ്റ്റ് റൗണ്ട് ഒക്കെ എങ്ങനെയാണ് വരണേന്ന് നോക്കാം. എന്നിട്ട് അതിൻ്റെ പകുതി വേണം ഈ ഒരു ഫാബ്രിക്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇവിടെ മടങ്ങിയ ഭാഗം ഉണ്ടല്ലോ, അതും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ 2 ലെയർ കിട്ടും, ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും. ആദ്യം നമുക്ക് ഫ്രോക്കിൻ്റെ ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് യോക്ക് ലെങ്ത്ത് മൈനസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സ്കേർട്ട് പോർഷൻ്റെ തുണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 25 ഇഞ്ചാണ്. ഇനി ഫ്രോക്കിൻ്റെ മുകളിലത്തെ ഭാഗം, അതായത് ആ യോക്ക് പോർഷനാണ് ഇനി കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ തുണീനെ ഞാൻ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. ഇനി ഒരു മടക്കും കൂടി ഇതുപോലെ മടക്കുക. അപ്പോൾ നമുക്കിതുപോലെ 4 ലെയറിലും കിട്ടും. ഒന്ന് മടങ്ങിയ ഭാഗവും ഇതുപോലെ 2 ഓപ്പണിംഗ് സൈഡും. ഇവിടെ നിന്നാണ് ഇനി നമ്മൾ മാർക്കിങ് സ്റ്റാർട്ട് ചെയ്യണത്. ഇനി ടോപ്പ് പോർഷൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് 11 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് 12 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്താണ്. 11 ഇഞ്ചാണ് ഇറക്കംക്ക് കറക്റ്റ് വേണ്ടത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് 12 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഓരോ ഏജ് അനുസരിച്ച് ഇതിൻ്റെ അളവ് വ്യത്യാസപ്പെടാം. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് ചാർട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർ അത് നോക്കാം. ഇനി നമുക്ക് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്യാം. 5.5 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ വീതി വരണത്. നെക്കിൻ്റെ വീതി 2.5 ഇഞ്ചാണ്. ഈ കൈക്കുഴിക്ക് 5 ഇഞ്ചാണ് കറക്റ്റ് അളവ്. പ്ലസ് അര ഇഞ്ച്, അങ്ങനെ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കിൻ്റെ പാറ്റേൺ ആണ്. ഇനി ഇവിടുന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇതുപോലൊരു സ്ക്വയർ ഷേപ്പ് കൊടുത്തിട്ട് നമുക്കതിനെ യു ഷേപ്പിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ വരയ്ക്കാം. ഇനി ഇവിടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 26 ഇഞ്ചാണ്. അതിൻ്റെ 4/1 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടുത്തെ ലെങ്ത്ത് ഇവിടെ അര ഇഞ്ച് മുകളിൽ ഷോൾഡർ വയ്ക്കാനും താഴെ സ്കേർട്ടായിട്ട് അറ്റാച്ച് ചെയ്യാനും പോകും. അപ്പം അങ്ങനെയാണ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴത്തെ വണ്ണം എത്രയാണെന്ന് നോക്കാം. ഞാനിവിടെ 6 ഇഞ്ചാണ് എടുക്കുന്നത്, അതായത് 24 ഇഞ്ചിൻ്റെ 4/1. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടും, അത് അടയാളപ്പെടുത്താം. ഇനി 2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ജോയിൻ ചെയ്യാം. എന്നിട്ട് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രഞ്ച് നെക്ക് കട്ട് ചെയ്തു. ഇനി ബാക്കിൽ ഞാൻ 2.5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത്. ഇതുപോലൊരു യു ഷേപ്പ് വരയ്ക്കാം. അപ്പോൾ ഈ ഫ്രോക്കിന് ഞാൻ ലൈനിങ് ഒന്നും ഇടാണ്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ ഇവിടെ നെക്കൊക്കെ ഞാൻ കട്ട് ചെയ്തു. ഇനി ബാക്കിൽ ഓപ്പണിങ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ഇഞ്ച് വീതിയുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. 2 പീസ് എടുക്കുക. നീളം വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഈ ടോപ്പിൽ ഞാനൊരു 6.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത്ര ലെങ്ത്തിലാണ് ഞാൻ ആ ഓപ്പണിങ് കൊടുക്കുന്നത്. നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 2.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫ്രോക്ക് ഇടാൻ പാടായിരിക്കും. അപ്പോൾ ഇച്ചിരി ലൂസായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ഒരു പ്ലാക്കറ്റ് പോലെ ഞാൻ കട്ട് ചെയ്യണത്. ഇത് കട്ട് ചെയ്ത ശേഷം ഈ തുണീനെ ഇതുപോലെ ഒന്ന് മറിച്ചിടാം. പിന്നെ റോങ് സൈഡിൽ ഇതുപോലെ തുണീനെ ഇതുപോലെ വയ്ക്കാം. അതിൻ്റെ നല്ല വശം വയ്ക്കാം കേട്ടോ ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ ഈ അരികു ഭാഗം തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് ജസ്റ്റ് മടക്കിയിട്ടൊന്ന് തയ്ക്കാം. എന്നിട്ട് ഈ തുണീനെ ഇതുപോലെ നല്ല വശത്തെടുത്തിട്ട് ഈ തുണീനെ നമുക്ക് ഇതുപോലെ ഒരു മടക്കാം. അതിനുശേഷം ആ ഒരു സ്റ്റിച്ചിങ്ങിലേക്ക് ഫോൾഡ് ചെയ്ത ഭാഗം കൊണ്ടുവരാം. എന്നിട്ട് അവിടെ ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കുകയാണ്. മറ്റേ പീസ് കൊടുക്കുമ്പോൾ ആ തുണീനെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വേണം ഈ തുണീൻ്റെ നല്ല വശത്ത് ഇതുപോലെ വയ്ക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ടൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ കിട്ടേണ്ടത്. എന്നിട്ട് ഈ ഒരു ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബട്ടൺസോ അല്ലെങ്കിൽ ഹുക്കോ എന്തെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ താഴെയായിട്ട് ഞാൻ ഒരു ബാൻഡ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു വൈറ്റ് പീസ് എടുക്കുക. വീതി എടുക്കുന്നത് 16 ഇഞ്ചും നീളം എടുക്കുന്നത് 3 ഇഞ്ചുമാണ്. നമുക്ക് 2.5 ഇഞ്ചാണ് വീതി വരേണ്ടത്. പ്ലസ് ഒരു 1/2 ഇഞ്ച് ആ സ്കേർട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ 3 ഇഞ്ച് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശം വയ്ക്കാം. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ആ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു 1.5 ഇഞ്ച് വീതിയുള്ളൊരു തുണി എടുത്തിട്ട് ആ നെക്കിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. ഇനി സ്ലീവ് വയ്ക്കാനുള്ള പീസ് എടുക്കുക. ഇനി ഇവിടുന്ന് കൈക്കുഴീൻ്റെ ഇറക്കൊന്ന് നോക്കുകയാണ്. നമ്മളിവിടെ 5 ഇഞ്ചാണ് കൈക്കുഴി മാർക്ക് ചെയ്തത്. ഇനി സ്ലീവിന് അതുപോലെ ഒരു വൈറ്റ് തുണിയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ഇതുപോലെ 2ആക്കി മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കുക. ഒരു വട്ടം കൂടി ഇതുപോലെ മടക്കുക. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. നമ്മളിവിടെ ക്യാപ് സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മടക്കിയ ശേഷം നമുക്ക് എവിടെ നിന്നാണ് എൻ്റെ മാർക്കിങ് തുടങ്ങണേന്ന് നോക്കാം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗം. 2 പീസ് ഉണ്ടാവും അതുപോലെ. അപ്പോൾ അവിടെ നിന്ന് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് 5.5 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി ഇവിടുന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് എത്ര വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുകയാണ്. താഴെ മടക്കി തയ്ക്കാനൊന്നും വേണ്ട. മുകളിൽ മാത്രം സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു 1/2 ഇഞ്ച് വിട്ടാൽ മതി തയ്യൽ തുമ്പായിട്ട്. ഇനി ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. ഇതിപ്പോൾ 2 സ്ലീവിൻ്റെയാണ് കേട്ടോ നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്യണത്. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇത് 2 സ്ലീവിൻ്റെയാണ് കേട്ടോ നമുക്ക് കിട്ടണത്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ അരികു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന് തുണീനെ നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിടും. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രോക്കിൽ ആ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ നാരുകളുണ്ടാവും. അപ്പോൾ അത് കാണാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ഇതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്താലും മതി. അപ്പോൾ പൈപ്പിംഗ് ഒന്നും കൊടുക്കില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അപ്പം ഞാനിവിടെ സ്ലീവിന് പൈപ്പിംഗ് കൊടുത്തിട്ടാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യണത്. ഇതുപോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് പൈപ്പിംഗ് അതുപോലെ കൊടുക്കുക. പൈപ്പിംഗ് ഞാൻ ഉള്ളിലേക്കാണ് ചെയ്തേക്കണത്. ഇനി നമുക്ക് ഈ സ്ലീവിന് ഇതുപോലെ അതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ആ സ്ട്രെയിറ്റ് ഭാഗം ഈ സ്ലീവിൻ്റെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ 2 സ്ലീവിൽ ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ റോങ് സൈഡിൽ വേണം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കേണ്ടത്. ഇനി ഈ തുണീനെ റോങ് സൈഡിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൈഡ് ഓപ്പണിംഗ് ആയിട്ട് വയ്ക്കുക. എന്ന് വെച്ചാൽ നമുക്ക് സ്കേർട്ട് അറ്റാച്ച് ചെയ്യാനാണ്. അപ്പോൾ ഒരു സൈഡ് ഓപ്പണിംഗ് ആയാലും നമുക്കിതുപോലെ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ അടിഭാഗം ഞാൻ ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കേർട്ടിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശം ഈ ഒരു അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ചുരുക്കിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കേർട്ടിൽ ആദ്യം ചുരുക്കിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫുള്ളും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിങ് ഫുൾ ഓപ്പണിംഗ് ആയിരുന്നല്ലോ, ഇനി അത് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ സ്ലീവിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ 2 സൈഡും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി ഈ മിഡിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ വൈറ്റ് പീസിൽ മാത്രം. എന്നിട്ട് അതിന് ഇതൊന്നുപോലെ വലിക്കുക. എന്നിട്ട് ആ ബോയും ഞാൻ നടുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോയും ആ സൂചിയും കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല ഭംഗിയിലൊന്ന് ഒരു ഫ്ലീറ്റ്സ് ഇട്ട പോലെ ഒരു ബാൻഡ് ഇരിക്കും. പീസ് ചെയ്തുകൊണ്ട് ഞാനവിടെ ഒരു ചെറിയ എംബ്രോയിഡറിയും കൂടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബാക്കിൽ ഇതുപോലെ ബട്ടൺസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിബ് കൊടുക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ബിഗിനേഴ്സിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ നൈറ്റി തുണികളോ കട്ട് പീസുകളോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അളവ് നിങ്ങൾക്ക് ഓരോ ഏജിനനുസരിച്ചുള്ള അളവ് അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സ് കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.